അനുദിന വിശുദ്ധർ ഫെബ്രുവരി 22 വിശുദ്ധ പത്രോസിൻ്റെ സിംഹാസനം. ആദ്യ സഭാതലവനും പ്രധാന ഗുരുവുമെന്ന നിലയിലുള്ള വിശുദ്ധ പത്രോസിൻ്റെ അധികാരത്തിൻ്റെ സ്മരണ പുരാതന കാലം മുതൽക്കേ തന്നെ റോമൻ സഭയിൽ നിലവിലുണ്ടായിരുന്നു. ഏറ്റവും വിഖ്യാതനായ അപ്പസ്തോലിക സഭാപിതാവിന് സാക്ഷ്യം വഹിച്ചതിനാൽ റോമൻ കത്തോലിക്ക സഭയ്ക്ക് യാഥാസ്ഥിക വിശ്വാസികൾക്കിടയിൽ ഒരു സവിശേഷമായ സ്ഥാനവും അനുസരണയും ഉണ്ടായിരുന്നു. സ്നേഹത്തിലൂന്നിയ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനവും സഭകളിൽ അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്ന സേവനങ്ങളുമാണ് ഇതിന് പ്രധാന കാരണം. ക്രിസ്തു തൻ്റെ സഭയിൽ ഐക്യം സ്ഥാപിക്കുവാൻ ആഗ്രഹിച്ചിരുന്നതായി സുവിശേഷങ്ങളിൽ കാണുവാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ തൻ്റെ മുഴുവൻ അനുയായികളിൽ നിന്നുമായി 12 പേരെ തൻ്റെ ശിഷ്യരായി യേശു തിരഞ്ഞെടുത്തു. എന്നാൽ സഭയുടെ ഐക്യമെന്ന രഹസ്യത്തിൻ്റെ പൂർത്തീകരണത്തിനായി യേശു തൻ്റെ 12 ശിഷ്യന്മാരിൽ നിന്നും ഒരാളെ തിരഞ്ഞെടുത്തുവെന്ന് കാണാവുന്നതാണ്. യേശു തൻ്റെ മുഴുവൻ അനുയായികളെയും വിളിച്ചുകൂട്ടി അവർക്ക് സുവിശേഷം പകർന്നു നൽകി. അതിനുശേഷം അവരിൽ നിന്നും 12 പേരെ തിരഞ്ഞെടുത്തു. ഇപ്രകാരമാണ് അപ്പസ്തോലന്മാർ തിരഞ്ഞെടുക്കപ്പെട്ടത്. ഇതായിരുന്നു യേശു നടത്തിയ ആദ്യത്തെ വിഭജനം. ഈ 12 അപ്പസ്തോലന്മാരിൽ ഒന്നാമൻ പത്രോസ് എന്ന് വിളിക്കപ്പെടുന്ന ശിമിയോൻ. മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായം 1-2 വാക്യങ്ങൾ. തൻ്റെ ഭവനമാകുന്ന സഭയെ പണിയുന്നതിനുള്ള തയ്യാറെടുപ്പെന്ന നിലയിൽ യേശു പത്രോസിനെ തിരഞ്ഞെടുക്കുകയും യേശു തന്നെ പത്രോസ് എന്ന നാമധേയം ശിമോന് നൽകുകയും ചെയ്തതായി അപ്പസ്തോലനായ വിശുദ്ധ മാർക്കോസ് പറഞ്ഞിട്ടുണ്ട്. ആകയാൽ നിങ്ങൾ പോയി സുവിശേഷം പ്രസംഗിക്കുവിൻ. മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായം 19-ാം വാക്യം എന്ന തുടക്കം മുതലേ യേശു ക്രിസ്തു പറയുകയും ഇപ്പോഴും ധാരാളം പേരോട് പറഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. എന്നാൽ അവിടുത്തെ ഐക്യത്തിൻ്റെ രഹസ്യത്തിൽ തൻ്റെ അവസാന കരം കുരിശിലേക്ക് നീട്ടുമ്പോൾ യേശു ഒരുപാട് പേരോടായി പറയുന്നില്ല. പകരം താൻ കൊടുത്ത പേരിനാൽ തന്നെ യേശു പത്രോസിനെ ഇതിനായി വ്യക്തിപരമായി അടയാളപ്പെടുത്തുകയും ചുമതലപ്പെടുത്തുകയുമാണ് ചെയ്തത്. ദൈവപുത്രനായ യേശു ക്രിസ്തു ജോനാസിൻ്റെ മകനായ ശിമയോനോട് അരുളി ചെയ്യുക, അതിശക്തിയുള്ളവനും യഥാർത്ഥ ശിലയുമായ യേശു താൻ ശക്തി പകർന്നു കൊടുത്തിട്ടുള്ള ശിലയായ ശിമയോനോട് മാത്രമാണ് ഇനി മുതൽ ഇതിനായി സംസാരിക്കുക. അവനോട് സംസാരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നു. മാത്രമല്ല തൻ്റെ സ്വന്തം സ്ഥിരത അവൻ്റെ മേൽ മുദ്ര കുത്തുകയും ചെയ്തു. യേശു പറഞ്ഞു, ആകയാൽ ഞാൻ നിന്നോട് പറയുന്നു, നീ പത്രോസാകുന്നു. തുടർന്ന് യേശു ഇപ്രകാരം കൂട്ടിച്ചേർക്കുകയും ചെയ്യുന്നു, നീയാകുന്ന പാറമേൽ ഞാൻ എൻ്റെ സഭ സ്ഥാപിക്കും, നരക കവാടങ്ങൾ ഇതിനെതിരെ പ്രബലപ്പെടുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് യേശു ഉപസംഹരിക്കുന്നു. വിശ്വാസമാണ് തൻ്റെ സഭയുടെ അടിത്തറ എന്നറിയാവുന്ന യേശു തൻ്റെ ഈ ദൗത്യത്തിനു വേണ്ടി പത്രോസിനെ ഒരുക്കുന്നതായി ആരാധ്യമായ സഭയുടെ ആണിക്കല്ലായി തീരുവാൻ തക്കവിധമുള്ള വിശ്വാസത്താൽ പത്രോസിനെ പ്രചോദിപ്പിക്കുന്നു. പത്രോസാകട്ടെ, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനാകുന്നു എന്ന് മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായം 18-ാം വാക്യത്തിൽ പറയുന്നുണ്ട്. ആ ശക്തമായ വിശ്വാസ പ്രഖ്യാപനം വഴിയായി വാഗ്ദാനം വഴി തിരുസഭയുടെ ആണിക്കല്ലായി തീരുവാൻ തക്കവിധം യോഗ്യതയുള്ളവനായി പത്രോസ് മാറുന്നു. ഒരാളെ തലവനാക്കുക എന്നുള്ളത് യേശുവിൻ്റെ വളരെയേറെ നിഗൂഢമായൊരു പദ്ധതിയായിരുന്നു. പക്ഷേ ഈ പിന്തുടർച്ച ഒരിക്കലും ആദ്യത്തെയാൾക്ക് തൻ്റെ സ്ഥാനം നഷ്ടപ്പെടുത്തുകയോ ചെയ്യുന്നില്ല. എന്തൊക്കെയാണെങ്കിലും യേശുവിൻ്റെ വാഗ്ദാനങ്ങൾക്കും അതുപോലെ തന്നെ യേശുവിൻ്റെ സമ്മാനങ്ങൾക്കുമായി അനുതാപപൂർവമല്ലാത്തതായി നീ ചെയ്യുന്നതെല്ലാം നിനക്ക് തിരിച്ചടി അടക്കേണ്ടതായി വരും. കൂടാതെ അവ്യക്തമായും സാർവത്രികമായും ഒരിക്കൽ നൽകപ്പെട്ടത് തിരിച്ചെടുക്കാനാവാത്തതാണ്. ഒന്നും ഒഴിയാതെ ഒരാൾക്ക് മാത്രമായി അധികാരം കൊടുക്കുമ്പോൾ അത് മറ്റാർക്കുമായി വിഭജിക്കപ്പെടാതെ സമർത്ഥമാവുകയും അത് അർത്ഥമാക്കുന്നത് പോലെ അതിരുകളില്ലാത്ത വിധം അവരെ രക്ഷിക്കുകയും ചെയ്യുന്നു.